ഗൈസ്, അപ്പം നമ്മുടെ ജീത്തു ജോസഫിന്റെ വലതുവശത്തെ കള്ളൻ മൂവി കണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിജു മേനോനും ജോജു ഒക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ വന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ സിനിമ ആദ്യമേ എനിക്കൊരു കാര്യം പറയാം, എനിക്ക് വളരെ ഒരു ആവറേജ് ആയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വൈബാണ് കിട്ടിയത്. ജീത്തു ജോസഫിന്റെ സ്ഥിരം കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വലിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് കുറച്ചധികം നാടകീയത വളരെയധികം ഫീൽ ചെയ്തു. അതെനിക്ക് ഫസ്റ്റ് ഹാഫിലാണ് അത്രയും ഫീൽ ചെയ്തത്. കാരണം ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കുമ്പം ഒരുമാതിരി ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓരോ സീനാണെങ്കിലും ഓരോ ആൾക്കാരുടെ പെർഫോമൻസ് ആണെങ്കിലും എനിക്ക് വളരെ അധികം ഒരു നാടകീയത, ഒരു പക്കാ ഡ്രാമ ഇരുന്ന് കാണൂലേ, ആ ഒരു ഫീലിലായിരുന്നു എനിക്ക് ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് പോയത്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരു ഭയങ്കര റബ്ബർ ബാൻഡ് പോലെ വലിപ്പീര് പോലെ എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ സിനിമയിലത്തെ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പം തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ടുള്ള നല്ല ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഒരു പ്ലോട്ട് അങ്ങോട്ട് വന്നിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഈ നാടകീയത ഇടയിൽ ഇങ്ങനെ കയറി കയറി വന്ന ഫീലായിരുന്നു എനിക്ക് മൊത്തത്തിൽ തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു നല്ല ഇൻവെസ്റ്റിഗേഷൻ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും തന്നെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് നാടകീയത വരും. അങ്ങനെ പക്ഷേ സെക്കൻഡ് ഹാഫ് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ വളരെയധികം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളതും അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ വലിയ പ്രതീക്ഷയോടെയൊന്നും അല്ല പോയത്. എന്നിരുന്നാലും എനിക്ക് ഈ പടം അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈ ആയതുപോലെ തോന്നിയില്ല. എന്തൊക്കെയോ എവിടേക്കോ വളരെയധികം കുറവ്. മെയിനായിട്ട് എനിക്ക് ഈ നാടകീയത തന്നെയാണ് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയത്. അപ്പോൾ പോയിരുന്ന് എന്തൊക്കെയോ കാണാം. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തീർക്കാവുന്ന ഒരു പടം വളരെയധികം വലിച്ചു നീട്ടി ഒരുപാട് ക്യാരക്ടർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുവന്ന് 2.5 മണിക്കൂർ ഡ്യൂറേഷൻ ആക്കിയ ഒരു ഫീലായിരുന്നു ഈ സിനിമ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇത്രേ ഉള്ളൂ. നിങ്ങളും കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.